എനിക്ക് ഈ ആനുവൽ ഡേ ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സമ്മാനം എനിക്ക് കിട്ടുന്നത് ഞാൻ പഠിച്ച കലൂർ സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഇതുപോലൊരു വേദിയിൽ പേടിച്ച് കയറിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എനിക്ക് ആദ്യമായിട്ട് സമ്മാനമായിട്ട് കിട്ടിയത്. അതിന് ഭയങ്കര വാല്യൂ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ചേച്ചി മാത്രം കൈയടിച്ച്, ആ ചേച്ചിക്ക് പണ്ട് സ്റ്റീൽ ഗ്ലാസ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അടുത്ത വർഷമായപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഞാനും വേറെ 2-3 സുഹൃത്തുക്കളെ കൂടി ഒരു സ്കിറ്റൊക്കെ ചെയ്ത് അതിന് സമ്മാനം കിട്ടി. അതൊരു സോപ്പ് പെട്ടിയായിരുന്നു, ഓറഞ്ച് കളർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനും ആവാ കയ്യടി. പിന്നത്തെ വർഷം എനിക്കൊരു മഗ്ഗാണ്, പ്ലാസ്റ്റിക് മഗ്ഗാണ് സമ്മാനം കിട്ടിയത്. അത് കഴിഞ്ഞിങ്ങനെ ചെറിയ ഷീൽഡുകൾ, ചെറിയ ട്രോഫികൾ, അങ്ങനെ പല പല സമ്മാനങ്ങൾ കിട്ടി. ഇപ്പോൾ ദൈവം സഹായിച്ച് നേരത്തെ അവർ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്, മഴവിൽ മനോരമയുടെ അവാർഡ്, നമ്മുടെ IFFKയുടെ ഒരു ഫലകം, ഇതൊക്കെ ദൈവം സഹായിച്ച് എൻ്റെ വീട്ടിലുണ്ട്. കേരള ക്രിട്ടിക്സ് അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ആദ്യമായിട്ട് സ്കൂളിൽ പേടിച്ചാണെങ്കിലും കയറി കലാകാരനാവണം, കലയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് കിട്ടിയൊരു സ്കൂളിൽ നിന്നും നമ്മുടെ പാരൻസൊക്കെ തന്ന സപ്പോർട്ട്, ഇതിനൊക്കെ അതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇന്ന് ഈ ആനുവൽ ഡേക്ക് ഒരുപാട് കുട്ടികൾ അന്നത്തെ എൻ്റെ അതേ മാനസികാവസ്ഥയായിട്ട് ഇവിടെ ഉണ്ടാവും. അവരെ ഓർക്കുമ്പോൾ ഇതുപോലുള്ള ആനുവൽ ഡേകളിലൊക്കെ ചെല്ലാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാ സ്കൂളുകളിലും ചെന്നാൽ പറയാതെ പോകാത്തൊരു കാര്യം എനിക്ക് ഇവിടെയും പറയണമെന്നുണ്ട്. വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ലഹരി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രത്യേക കാറ്റഗറി എന്നൊന്നുമില്ല, നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത് അല്ലേ. കുഞ്ഞുമക്കൾ തുടങ്ങി ലഹരിയുടെ അടിമപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്യേണ്ടി വരാറുണ്ട് എനിക്ക്. മാസത്തിൽ ഒരു തവണയെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇത് കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്നോട് ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? എന്നെ ഇതിന് വിളിക്കണത് എന്തുകൊണ്ടാ? ഞാൻ ഇതുവരെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ആ കയ്യടി ഞാൻ ഡിസേർവ് ചെയ്യണം. ഐ തിങ്ക് ഐ ഡിസേർവ് മോർ. കാരണം ഇന്നത്തെ കാലത്ത് ഇതിലൊന്നും ടച്ച് ചെയ്യാതെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാം. എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, അവരുടെയൊക്കെ മുഖത്ത് നമ്മളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു അഭിമാനത്തിൻ്റെ ഒരു പുഞ്ചിരി വരുത്താൻ സാധിച്ചാൽ അപ്പം നമുക്കൊരു ലഹരി കിട്ടും. ലോകത്ത് ഒരു ലഹരിയും അതിൻ്റെ മുകളിലല്ല. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.